Hi everybody, this is Shweta. My name is Indra and welcome to our Channel. This time opinion on allopathies. Let's watch it. Let's watch it. ഒറ്റ ദിവസം പുറത്തു വരാൻ പോലട്ടാ വീണാലും 4 കാലിലെ വീഴൂ പൂച്ചയുടെ ജന്മന്റെ കേസി അയ്യോ തീരെ പോകട്ടാ കൊണ്ടുവന്ന ന്യൂസും തീരെ പോരാ നമുക്ക് എന്തെങ്കിലും ന്യൂസ് വരെ നമുക്ക് ഞാൻ വിളിച്ചോളാം ആരും കാണണ്ട ഒക്കെ ശരി 2 ദിവസം കഴിഞ്ഞ കോടതി ഇവിടെ കയ്യിലുള്ള എവിഡൻസ് വെച്ച് പിടിച്ച നടത്തിച്ചു അതൊന്നും കാര്യമില്ല അവരുടെ അത്ര കാശും സ്വാധീനം നമുക്കില്ല. അപ്പനെ അയച്ചെന്നല്ല ബാലൻസ് എത്ര കാശുണ്ടോ? എന്തിനു ചേട്ടാ? എന്നെ തൽക്കാലം വളർത്തി കിടത്തിയിട്ടല്ല, മറ്റുള്ള ലാസ്റ്റ് ചാൻസാ. ഒരു ഡിസിഷൻ ഞാൻ ഇവിടെ എടുക്കാൻ പോകട്ടാ. വേറെ ഒരു വഴിയും മുമ്പിൽ കാണാത്തോണ്ടാ. ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തില്ല ചാ, പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. അത് മനസ്സിൽ വെച്ചോളാം. എന്ത് ഇവിടെ പറഞ്ഞാ ഈശ്വര കുഴപ്പമൊന്നുണ്ടാവില്ല. അപ്പൊ ചെങ്ങനെ ഇത് ഒടുക്കത്തെ രാഷ്ട്രീയക്കാരിലേക്കായി മുതലാളുടെ ബുദ്ധി സമ്മതിക്കുന്നു. പഠിച്ചു ജോയേട്ടാ സംഭവം ഓടിച്ചു. എന്നാലും പോസ്റ്റ് മാത്രം കണ്ടോട്ട് ആളുകൾ ഹർത്താൽ ആചരിക്കുമോ? ഒരു ടെൻഷൻ. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലടാ. ഒരു ന്യൂസ് സ്പ്രെഡ് ആകാനുള്ള കറക്റ്റ് പോയിന്റ് നമ്മൾ പിടിക്കണം. അതെ വേറെ 2 പോയിന്റ്സ് നാളെ ഹർത്താലിന് ആ കേസി മാറ്റേഴ്സിനെ തടിച്ചുപെട്ട് വീടുന്ന് പോലീസ് നോക്കിക്കണ. ഇവരൊക്കെ ഫീൽഡിൽ ഇറങ്ങിയാ നമുക്ക് ഭീഷണിയാവില്ല. അറിയാം. ഹലോ, ഇനി നടക്കില്ല. പുലർച്ചോട്ട് ഹർത്താലാ. ഞാൻ വീട്ടിലേക്ക് പോവാം. സംഭവം വർക്കൗട്ടാണ് കണ്ടടാ. നാളെ നേരെ ഒന്ന് വെളിത്തോട്ടം പോണേ. ₹1 സാമ്പാർ ഊറ്റി വേറെ ഒരു ചാനലിലേക്ക് സാധനം പോയില്ല. നമുക്ക് പാർട്ടിയുടെ സേഫ് നോക്കിൽ വെച്ചിട്ട് പോട്ടാം. എന്തിനാ തനിക്ക് വിശക്കുമ്പോ കുഞ്ഞി തിന്നാനോ? ഇടമോനെ പിള്ളേരാരെങ്കിലും മുഖം എന്ത് ചൂട് അമേരിക്കയിൽ ജോലിക്കുട്ടി വരെ കാണുന്നു. അതെ, ഈ അർദ്ധരാത്രിയില് എന്നിട്ടായിരുന്നു കേസിക്ക് മെമ്പർ. അവളുടെ ആഭ്യന്തര കാര്യം ചർച്ച ചെയ്യാൻ പോയതാ. ആഭ്യന്തരം എന്നെ കൊണ്ട് പഠിപ്പിക്കേണ്ട കേസി നൈറ്റ് ഇട്ടിട്ടല്ലേ ചർച്ച. എന്നാ പിന്നെ തുണി ചേർത്താൽ മതി. Okay, newspaper. അയ്യോ, അതെന്താ നോക്കി ഫ്രണ്ടേജിലില്ലേ അതോ നോട്ടീസ് നമ്മുടെ KPSC. എന്ത് കേസ് ഇത്? ഇതിൽ കേസ് എനിക്ക് മനസ്സിലായി. RPA കേസിന്റെ പാർട്ടി പ്രധാന പരിപാടിയാ. എനിക്കൊന്ന് അറിയിപ്പോ പത്രം വായിച്ചിട്ടാവല്ലോ. നേരെ ആളുള്ള വെള്ളം വാങ്ങി വെച്ചിട്ടാ കുറച്ച് ദിവസം ഇതൊന്ന് മാറി നിൽക്കുന്നത് ഓടിക്ക് നല്ലതാ. തൃശ്ശൂരിന്റെ പൊന്നൂരിൽ നമ്മുടെ നാടിന്റെ സ്വത്തുമായ പ്രിയപ്പെട്ട KC മാത്യു സാറിന്റെ കള്ളക്കേസിൽ കുടുക്കി പഴിചാടിയ പോലീസിനും അതിന് കൂടുന്ന മാധ്യമങ്ങൾക്കും മറ്റ് സംഘടനകൾക്കുമെതിരെ KPSC നടത്തുന്ന ഈ ഹർത്താൽ വിജയകരമാക്കിയ എല്ലാ നിവാസികളും
okay. മൂട്ടിലൊരൊക്കെ ആയി കേട്ടോ. കേസിക്ക് പബ്ലിക്കിൽ ഇത്ര സപ്പോർട്ട് കിട്ടുന്നത് ഇപ്പൊ നോക്കിയായിട്ടാ. Oh. എന്നെ കിട്ടില്ലേട്ടാ, നാണം കെട്ട കേസാണ്. അതെ, എത്ര വിളിച്ചു വെച്ചാലും വിളിച്ചിരിക്കില്ല. കാലത മോനെ മറ്റേ ട്യൂബ് നിൽക്കാനായിരിക്കും. ചേട്ടാ സംഭവം സെറ്റ് ചേട്ടാ. അയ്യപ്പേട്ടക്ക് ഈസിയായിട്ട് ചാൻസ് കിട്ടും. വക്കീലിനെ ഒന്നും കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ഹർത്താലാണ് ഇന്ന് കോടതി കൊടുത്തിരുന്നില്ല. എനിക്കവനെ കൊന്നാ പോരാ, കെട്ടി നുറുക്കണം പറ്റില്ലേ. വെറുതെ മണ്ടത്തരം പറയില്ലേ. ഒല്ലൂർ വാർഡിലെ കൃത്യമായ പ്രൂഫ് പോലും ഇല്ലാത്ത ഒരു ചെറിയ നാറ്റക്കേസ് ഒന്ന് സോപ്പ് വെച്ച് കുടിച്ചാൽ മാറാവുന്നതായിരുന്നു. നമുക്ക് അവനെ നിയമം കൊണ്ട് തന്നെ കുടിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. കുഴി അവൻ തന്നെ തോണ്ടി വെച്ചിട്ടുണ്ട്. കേസി മാളത്തിൽ ഒളിച്ചിരിക്കുന്ന നേതാവിനെ എന്തെങ്കിലും മറയ്ക്കാനുള്ളൂ. മനസ്സിലായോ? ഇതിവർ പാർട്ടി ഗുണ്ടകളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇവരാണ്. എന്റെ കക്ഷി ജോയെ ആക്രമിച്ചതിന് ശേഷമാണ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പേരിലുള്ള ഈ ഡിസ്മിസൽ. ചെക്ക് ഒറിജിനൽ പാർട്ടി മിനിസ്റ്ററാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത്. പ്ലീസ് സീ ദിസ് യുവർ ഓണർ. പെണ്ണ് കേസ് ഹർത്താലല്ലേ? ഈ വ്യാജ ഹർത്താലിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ജോയ്ക്കറിയാം. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മിസ്റ്റർ ജോയ്. നിങ്ങളുടെ ഇമെയിലിൽ നിന്നാണ് ആ നോട്ടീസിന്റെ സോഫ്റ്റ് കോപ്പി തൃശൂർ പ്രിന്റേഴ്സിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഹർത്താലിന്റെ ഭാഗമായി ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരിൽ പലരും നിങ്ങളോടൊപ്പമുള്ളവരായിരുന്നു. ആണോ താക്കോൽക്കാരാ? ശരിയാണ്, ഞാൻ തന്നെ നടത്തി. ഈ ഹർത്താലിനോട് ജനങ്ങൾക്കുള്ള സപ്പോർട്ട് ഉണ്ട്. അല്ല, നമ്മുടെ നാട്ടുകാർക്ക് ഹർത്താലിന് കേട്ടാൽ മതി. അത് ഏത് പാർട്ടി നടത്തുന്നുള്ളതൊരു വിഷയമല്ല. ഡെയിലി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹർത്താൽ ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം വെച്ചോണ്ട് ഇത് തന്നെയാ. ഈ തേങ്ങയാറിന് ഇവിടെയുള്ളവർക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ വരുന്നത് ചിന്തിക്കേണ്ട വെച്ചോളൂ. അത്തരം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ഒരു ഗവൺമെന്റ് മിഷനറി ഉണ്ട് മിസ്റ്റർ ജോയ്. ബട്ട് ഫോർ ദ ടൈം ഒരു വലിയ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു സാമൂഹ്യ വിപത്താണ് മിസ്റ്റർ ജോയ് എന്ന് സ്വയം കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ ഹർത്താൽ നടത്തി ജനജീവിതം തടസ്സപ്പെടുത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 3 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് മിസ്റ്റർ ജോയ് ചെയ്തിരിക്കുന്നത്. ഈ നിൽക്കുന്ന ജോയ് താക്കോൽക്കാരനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. താൻ ചോദിക്കണം. സർക്കാരിനെ വെല്ലുവിളിച്ച് ജോയ് താക്കോൽക്കാരൻ ഹർത്താൽ നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. ആയതിനാൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും വരെ ജോയ് താക്കോൽക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഈ കോടതി ഉത്തരവാദിച്ചു. ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ലോകം മുഴുവൻ പുറത്തു, അല്ലെങ്കിൽ ആരടി പോയില്ല. വെയില് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്നേ. പിന്നെ പിന്നെ ഇത് കോട്ടയമായിട്ട് പറഞ്ഞാൽ നിന്റെ ഡയോസ് കിട്ടാം. ആ എന്താ നോക്കിയില്ലേ, നല്ല രക്ഷണ്ടാ. ജാമ്യം കിട്ടില്ല. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റി. ഈ നഷ്ടപ്പെടത്തില്ലേ ഈ സമരമൊക്കെ ചെയ്യുമ്പോ വർഷം ബോറടിക്കുന്നടാ ക്ലീന്. ഏയ് നീ ഇതെന്തുകൊണ്ട് അറിയണേ? കംപ്ലീറ്റ് പോസിറ്റീവാടാ. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ മനസ്സമാധാനത്തോട് ചിന്തിക്കാമല്ലോ. ഒറ്റൊരു ശല്യപ്പെടുത്താൻ വേണ്ടി വരില്ലേ. പുണ്യാളന്റെ ഗർഭത്തീസിനേക്കാളും ഒരു പുതിയ ഐഡിയ ആയിട്ട് ഞാൻ പുറത്തു വരുള്ളൂ. നീ നോക്കിക്കോ. ഇത്രയും കാലം ജീവിച്ചിട്ടും ഈ വേൾഡില് ഇവിടെ ഒരു പാർട്ട് ബാക്കി വെക്കാൻ പറ്റില്ല. അപ്പോഴേക്കും തായില്ലേ ജോയെ, നീ
അങ്ങനെ ആരും അറിയാതെ ഇതിന്റെ ശ്രമം അവസാനം നിയമം പോലീസൊക്കെ അവരുടെ കൂടെയല്ലേ? എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ എന്തും തകടമറിച്ചിട്ടുള്ളത് ചങ്കുറപ്പുള്ള ശബ്ദം. ഈ പകുതി വെച്ചിട്ട് പോയ ആ ശബ്ദം ഞാൻ ഏറ്റെടുക്കാൻ പോവാം. ഈ ഭരണകൂടം നിനക്ക് നീതി തരുന്നതുവരെ ഞാൻ ഇവിടെ അനിശ്ചിതകാലം പോവാ. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ആ സമരപ്പന്തലിൽ കിടന്ന് മരിക്കാനാണ് വിധിയെങ്കിൽ അത് ഞാൻ അഭിമാനത്തോടെ സ്വീകരിച്ചു. ഞാനും നടന്നു. ആൾക്ക് വല്ല കയ്യോല പരിപാടി വേണമോ? അഭയ ഇത് ശരിക്കും വരാനല്ല. ഈ അണ്ണാവസാനം നീങ്ങിട്ട് വല്ല രക്ഷണ വക്കില്ല. നടക്കോ നടക്കാതിരിക്കേണ്ട. അവന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുമെന്നാണ്. അവന്റെ ലക്ഷ്യം തൃശ്ശൂരോ കേരളോ ഇന്ത്യയിലോ പണ്ടേ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല ജോയ്മോന്റെ ഫസ്റ്റ് ബിസിനസ് പാർട്ണർ വേണ്ടി എനിക്ക് അഭിമാനം. എന്റെ പൊന്നു മോനാ ചോദിക്കും. അതിന് മാത്രം എന്തുണ്ടായിരുന്ന ജെപി പറയുന്നത്. ആശുപത്രിക്ക് പുറപ്പെട്ട മുമ്പ് അനുഭവം ഉണ്ടല്ലോ. ദിവസങ്ങൾ ചെല്ലുന്നു, ജനങ്ങൾ കൂടി സ്റ്റാൻഡേർഡ് കയറിയും മെയിൻ വലിയ ലക്ഷം നമ്മൾ പോകും. കോർപ്പറേഷന് കയ്യിൽ പോകും. അവനെ റിലീസ് ചെയ്യാണ്ട് മാർച്ച് ഉപവാസം നിർത്തില്ല. ഇങ്ങനൊരു ഉച്ചാളിയുടെ മുമ്പിൽ തോൽക്കണോ ജെപി? പൂർണ്ണ മുന്നോട്ടുള്ള വഴിയാണെങ്കിൽ അതുകൂടെ നടക്കാൻ പിന്നെ എന്താണ് നടക്കുക? രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടൊന്നുമില്ല. അത് നീ ആയാലും ഞാനായാലും മിടുക്കനാണ്. ബൈ-ഇലക്ഷൻ ജയിക്കാൻ വിചാരിക്കുന്ന KFC-കാർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരടിയാ. അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു സുഹൃത്ത്. സമർത്ഥൻ, ഈ സമരം അവസാനിപ്പിക്കാൻ എന്താ നമുക്ക് വേണ്ടത്? പുറത്ത് നടക്കണൊക്കെ നമ്മൾ അറിയേണ്ട നേതാവ്. ഈ ബിസിനസ്സിൽ നമുക്ക് എന്താ നേട്ടം? നിന്റെ ബാങ്കും പാർട്ടി ഏറ്റെടുക്കുന്നു. ദേവസ്വത്തിൽ നിന്ന് പുണ്യാളൻ അഗർബത്തിച്ച് വേണ്ട പെർമിഷൻ അതും ഞങ്ങൾ എടുക്കുന്നു. പകരം എനിക്ക് വേണ്ടത് ഈ വരുന്ന ബൈ-ഇലക്ഷനിൽ നീ RIP സ്ഥാനാർത്ഥി. ഈ ഇലക്ഷൻ ജയിക്കാൻ നിന്നേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി ഇപ്പൊ എനിക്ക് മുന്നിലില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങളും തീരുന്നു. ഞങ്ങൾ വലിയൊരു തലവേദനയും കഴിയുന്നു. ആലോചിക്കും. അവസരം ജീവിതത്തിൽ ഒരിക്കലേ വന്നിങ്ങനെ തട്ടിപ്പിടിക്കും. ആലോചിക്കും. Just a compromise. I don't think we should accept it. Yeah. ഇവിടെ മുമ്പിലേക്ക് ഓരോ പാത്രത്തിൽ വീഞ്ഞും വിഷവും വെച്ച് കയറ്റിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ വേറെ എന്തിട്ട് ഓപ്ഷനുള്ള പ്രശ്നം. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട വഴിയാണോ പൊളിറ്റിക്സ്? നമ്മൾ കാണുന്ന പുറത്തുള്ള കളികളുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ തെണ്ടിയോടെ കൂടെ
അകത്ത് നിന്ന് കയറി കളിക്കാൻ പറ്റിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ജയിച്ച മിനിമം ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർന്നാണ്. ഷോടാ ഇവിടെ ബിസിനസ് അനിന്റെ പേരിലാക്കിയ പോലെ. പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം എനിക്കത് മനസ്സിലാക്കി. ഞാൻ പുണ്യാളനഗർ ബത്തീസ് എന്ന കമ്പനിക്ക് ഒരു പേരിട്ടതിന്റെ കാര്യം എന്താണെന്ന് മാസ്റ്റർ. എനിക്കെന്റെ ദൈവത്തിന്റെ ഒരു സപ്പോർട്ട്, അതായത് ആറ്റിറ്റ്യൂഡ് ഒന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി മാസ്റ്റർ. നമ്മുടെ കഷ്ടപ്പാടിനൊപ്പം നിൽക്കുകയും ആപത്ത് സമയത്ത് ഒരു കൈകൊണ്ട് സഹായിക്കുകയും ചെയ്യുന്നവരാ ഒറിജിനൽ പുണ്യാളന്മാർ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ മാഷെ, നിങ്ങളൊക്കെ എന്താ ടീംസ്. ഞാനെന്താ മാഷെ നാളെ നോമിനേഷൻ കൊടുക്കണം. ജയിച്ചു വെച്ചാൽ 1-2 കൊല്ലം കൊണ്ട് തൃശ്ശൂരിന്റെ ഫേസ് നമ്മൾ മാറ്റും. അത് ഞാൻ മാഷ്കാരനോട് വാക്കാം. After 2 years. Oh, he's gone. പാവം ഒടുക്കത്ത് വെള്ളത്തിലായിരുന്നു വയറ്. Oh. Standing committee chairman. Oh. Oh, from where to where? പാർട്ടി ടീമുകൾക്കനുസരിച്ച് ദേശീയ മരണത്തിൽ അനുശോചിക്കാൻ 24 മണിക്കൂർ ഹർത്താലാക്കുകയും ചെയ്യണ്ടേ? ഹർത്താൽ നടത്തിയിട്ട് എന്തിട്ട് അനുശോചിക്കാനുണ്ട? ഈ കീഴ്വഴക്കം എന്ന് പറയുന്നതേ മാറ്റാനുള്ളതാണ്. Good. No unnecessary strikes. പുണ്യാളനഗർ ബത്തീസിന്റെ നല്ല നടത്തിപ്പിന് എനിക്ക് താങ്ങാൻ താങ്കളായിട്ടുണ്ടായിരുന്നത് മാത്യൂസ് ചേട്ടനായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള് This is the right way. ബത്തീസിന് സ്പോൺസർ ചെയ്യാൻ സാധിച്ചതില് ഒരു എന്താ പറയുക ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നത്. എന്ത് പറഞ്ഞാലും അവസാനം അവൻ്റെ ഒരു പുണ്യാളനഗർ ബത്തീസ് എനിക്കും സഹിക്കാൻ നോക്കട്ട. നമ്മള് മാത്യൂസ് ചേട്ടൻ പോയിട്ട് ഒരു ഹർത്താൽ കൂടി നടത്താണ്ട് എന്തൊരു തെരഞ്ഞെടുപ്പ് ആരോഷം എന്നാ പറഞ്ഞേ. മാത്യൂസ് ചേട്ടൻ അമ്മത് കൊടുക്കില്ലേട്ടാ. അവർ നടത്താ അടുത്ത ഹർത്താൽ വരട്ടെ, നമുക്ക് വെട്ടി നടത്താലോ. അവന്റെ ഒരു അവധിയുണ്ട്. ഒന്നും മിണ്ടായിരിക്കില്ല പപ്പേട്ടാ. ജോയിയുടെ പറയണ ശ്രദ്ധിക്കും. ജോയ് ഏട്ടനാ? ആ പാർട്ടി വക്കീലായിട്ട് അഹങ്കാരം കണ്ടില്ലേ? മാത്യൂസ് ചേട്ടൻ പോയപ്പോണ്ടായ ആ വിടവ് നമുക്ക് ആർക്കും നികത്താൻ പറ്റില്ല. കുഞ്ഞാളെ എനിക്ക് ക്രിസ്ത്യാനി പേര് മീറ്റിംഗ് വേണ്ട സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് ഓക്കെ അനുസരിച്ച് ആ അത് നമുക്ക് പോയിട്ട് ശരിയാക്കാം. നമ്മുടെ ബേബി പ്രസിഡന്റ് ഓക്കെ. അതന്നെ മുതലേ ജഡ്ജി സാറേ. മനസ്സിലുണ്ടേട്ടാ. ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടാ? നിന്റെ ഒക്കെ മറക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ടാ കാര്യങ്ങളൊക്കെ? പിന്നെ പൊളിക്കല്ലേ പുണ്യാളനഗർ ബത്തീസ്. ഞാനിപ്പോ നമ്മുടെ കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ മാനേജറും. അത് ശരി. അപ്പൊ നീടാ ഞാൻ ചീഫ് ഓഫ് വൈകിട്ടേക്ക് 2 കുഴപ്പമുണ്ടോ? എന്നേക്ക് കയറ്റി കഴിക്കാനുള്ളതാണ്. സാറിന് നമ്മുടെ ഇടിവെട്ടി സൗകര്യം ഓർമ്മയില്ലേ? ശരി പേരല്ലേ? ഇപ്പൊ നമ്മുടെ സ്വന്തമാണ്. ഒരു കുഞ്ഞാണപ്പോ ഓടി ഓടി നടക്കണു. മുതലാളിക്ക് ഒരു നല്ല കാലം വരുമ്പോ അത് എല്ലാവർക്കും ഉണ്ടാവും. മുതലാളി വാക്കാൻ വലിച്ചു ഞെട്ടിച്ച് കളഞ്ഞല്ലോ ചെക്കൻ. ചോട്ടാ നമ്മുടെ ചില പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ നമ്മുടെ സിനിമ നടന്മാരും പ്രായമാകും തോറും ചെറുപ്പമായിട്ട് വരാൻ്റെ സീക്രട്ട് എന്നാണ് ഇവർക്ക്. കയ്യിൽ കാശുണ്ടെങ്കിൽ നല്ലൊരു മേക്കപ്പ് മാനേജർ പോലെ. ഒന്ന് പോടെ അവര് ഡെയിലി ഫേസ് ചെയ്യണ ചലഞ്ചസ് അതാണ് സീക്രട്ട്. അവരോട് പറയട്ടെ, അത് നമുക്കൊരു ബൂസ്റ്റാണ്. ജോയിന്റെ പറ്റില്ല. ഇക്കൊല്ലം തൃശ്ശൂർ പൂരത്തിന് നമുക്ക് തിരുവമ്പാടിക്കും പാറമേക്കാളും പുണ്യാളനഗർ ബത്തീസിന് ഓരോ കൊടയെ സ്പോൺസർ ചെയ്താലോ? ഒരു 5 കൊല്ലം കഴിഞ്ഞ
തൃശ്ശൂർ പൂരം ഇവിടെ ഞാൻ പുണ്യ സന്തോഷമായിട്ട് ചാവുന്നുണ്ട് ജോയിട്ടാ. ഇവിടെ പുണ്യാണ് ചുള്ളനായിട്ട് നിക്കണെന്ന് ഇപ്പൊ കംപ്ലീറ്റ് പോസിറ്റീവ്. ആകാശവും കൂടെ പോലെ Wow, nice Finally, ending. Very yeah. nice. Oh. It was good. It At was last he good. became Finally successful. He became a yeah. big politician. He achieved everything, but he wanted to do good for. I love that. Like What's we need to- the use of strike? Yeah, Let's do something better. absolutely true. Oh, very nice. And even that old politician, he is dead. Like The guy was the fighting. guy was fighting. Yeah. Yes. But it's good. It's going so good. Finally, he did everything. Nice movie. I love the ending. Like the struggle, but if you stick on it, you can. But even if you accept some deal, you can do the right thing to the Absolutely people. true, That was very nice. Very nice. Cool. So guys, do like, subscribe, Share, comment. click on the Bye bye.